നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഥയറിയാതെ പറഞ്ഞു പരത്തുന്ന കെട്ടുകഥകൾക്ക് പിന്നിൽ നിരപരാധികളായ മനുഷ്യരുടെ കണ്ണുനീരുകൾ ഉണ്ടാകുമെന്ന് ഓർക്കുക. ജീവിതത്തിലെ അടിസ്ഥാന മൂല്യങ്ങളെ അപ്പോഴപ്പോഴുള്ള ആവശ്യങ്ങൾക്കായി ബലി കഴിക്കരുത്. ആർക്കും പണയം വെക്കുകയും അരുത്. സത്യമെന്ന വെളിച്ചത്തെ ഒരു രാത്രിക്കപ്പുറം പ്രകൃതിക്ക് പോലും തടഞ്ഞു നിർത്താനാവില്ല. നടിയെ ആക്രമിച്ച കേസിൽ ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന അസത്യ പ്രചരണങ്ങളും ചിലരുടെ മാന്യതയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന അഭിപ്രായ പ്രകടനങ്ങളും ഈ എപ്പിസോഡിൽ തുറന്നു കാട്ടുകയാണ്. കോടതി വിധി വന്നതിന് ശേഷം അതിജീവിതയ്ക്ക് പൊതുസമൂഹത്തിൽ നിന്നു ലഭിക്കുന്ന അത്ഭുതപൂർവമായ പിന്തുണ കണ്ട് ചിലരുടെ PR വർക്കേഴ്സ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. പറഞ്ഞു പഴകി ഏൽക്കാതെ പോയ ഒരു പഴയ കഥ പൊടി തട്ടിയെടുത്ത് പുതിയ ഒരു തിരക്കഥ മെനഞ്ഞെടുത്ത് പൊതുസമക്ഷം ഇറങ്ങിയിരിക്കുകയാണ്. രണ്ടാം പ്രതി മാർട്ടിന്റെ തൂലികയിൽ നിന്നും പിറവിയെടുത്ത തിരക്കഥ അതിപ്പോൾ വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ അതിജീവിത മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതിയും സമർപ്പിച്ചിട്ടുണ്ട്. മാർട്ടിന്റെ കഥയിലെ സാരാംശം ഇങ്ങനെ തുടങ്ങുന്നു. ഞാൻ നടി ആക്രമിക്കപ്പെട്ട കേസിലെ രണ്ടാം പ്രതിയാണ്. 5 കൊല്ലം ജയിലിൽ കിടന്നു. പിന്നീട് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ കേസിലെ യഥാർത്ഥ സത്യം എനിക്കറിയാം. നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യരും രമ്യ നമ്പീശനും ചേർന്നുണ്ടാക്കിയതാണ് ഈ കേസ്. ഇതിൽ തന്നെ രസകരമായ കള്ളത്തരങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് മനസ്സിലായില്ലെന്ന് വരും. ലാലിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് കാരന്തൂർ നിർദ്ദേശപ്രകാരമാണ് മാർട്ടിൻ ലാലിന്റെ കാർ ഓടിച്ച് അതിജീവിതയെ കൂട്ടിക്കൊണ്ടുവരാൻ പുറപ്പെടുന്നത്. അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അയാൾ അതിജീവിതയെ പരിചയപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അന്ന് രാത്രി തന്നെ അയാളെ പോലീസ് തൂക്കിയെടുത്ത് അകത്തിടുകയും ചെയ്തു. പിന്നെ 5 വർഷം കഴിഞ്ഞാണ് അയാൾ പുറം ലോകം കാണുന്നത്. ആ ആളാണ് നടൻ ലാലിന്റെയും ശ്രീകുമാർ മേനോന്റെയും മഞ്ജു വാര്യരുടെയും രമ്യ നമ്പീശന്റെയും ഒക്കെ ഗൂഢാലോചന സിദ്ധാന്തം കണ്ടുപിടിച്ചത്. ഉന്നത അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വലിയ ഒരു സംഘം മാസങ്ങളോളം അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത കാര്യം ഒരു രാത്രിയിലെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹം കണ്ടുപിടിച്ചു. ആളപ്പോൾ ചില്ലറക്കാരനൊന്നുമല്ല. ഈ ബലാത്സംഗ കേസിൽ അകത്ത് കിടക്കേണ്ട ആളുമല്ല. വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആകാൻ യോഗ്യതയുള്ള ആളായിരുന്നു. വെറുതെ ഇവിടുത്തെ ഭരണകൂടം അയാളുടെ ഭാവി തുലച്ചു കളഞ്ഞു. മാർട്ടിൻ നടിയുമൊത്തുള്ള കാർ യാത്രയെ കുറിച്ച് കഥകൾ രചിച്ച് നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നുണ്ട്. അതൊക്കെ നേരത്തെ തന്നെ ജനങ്ങൾ അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളിയ കഥകളാണ്. ഒരു കൊടും ക്രിമിനലിനെ കൊണ്ട് ആരൊക്കെയോ ഭയപ്പെടുത്തിയോ പണം കൊടുത്തോ തത്ത പറയും പോലെ പടച്ചുവിടുന്ന കഥ. പൾസർ സുനിക്ക് വേണ്ടി കൊട്ടേഷൻ റേപ്പിൽ ജോലിയെടുത്ത ഒരാൾ പടച്ചുവിട്ട കഥയാണിതെന്ന് ഓർക്കണം. വളരെ പണ്ടിറക്കിയ കഥയുടെ പുനരാവിഷ്കാരമാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും കേൾക്കുന്നത്. ഇനി ഇതുപോലെ എന്തെല്ലാം കഥകൾ നമ്മൾ കേൾക്കാനും അറിയാനും ഇരിക്കുന്നു. ഒരുപക്ഷെ ഇത്തരം കഥകളൊക്കെ വിശ്വസിച്ചത് കൊണ്ടാകാം അഖിൽമാരാരുടെ വായിൽ നിന്നും പക്വതയില്ലാത്ത ചില വിവരക്കേടുകൾ പുറത്തു വന്നത്. അയാൾ പറയുന്നു കാറിൽ നടന്ന സംഭവങ്ങൾ ഡെമോ ചെയ്ത് കാണണമെന്ന്. ഇങ്ങനെ ഒരു സംഭവം കാറിൽ നടക്കാൻ ഇടയില്ലെന്നും അയാൾ പറയുന്നു. ഒരു പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവിന്റെയും വേദനയുടെയും കണ്ണുനീരിന്റെയും നേരെയാണ് അയാൾ കൊഞ്ഞനം കാണിച്ചതെന്ന് ഓർക്കണം. വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ ഇത് ബിഗ് ബോസ് ഷോയിൽ നടന്ന അഴിഞ്ഞാട്ടമല്ലെന്ന് ഓർക്കണമായിരുന്നു. താങ്കൾ ആർക്ക് വേണ്ടി സംസാരിക്കണം, ആരെ വിശ്വസിക്കണം എന്നുള്ളതൊക്കെ താങ്കളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അതിൽ ആർക്കും ഒരു തർക്കവുമില്ല. എന്നാൽ താങ്കൾ സംസാരിക്കുന്ന വിഷയം എന്താണെന്നും ആരെക്കുറിച്ചാണെന്നും ഉത്തമ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഒരു പാവം പെൺകുട്ടിയുടെ നേരെ നടന്ന ക്രൂരമായ അതിക്രമത്തിന്റെ കഥയാണ് വളരെ ലാഘവത്തോടെ ആരെയോ സന്തോഷിപ്പിക്കാനോ തൃപ്തിപ്പെടുത്താനോ തട്ടിവിട്ടത്. അഖിൽ മാരാറിനെ കുറിച്ച് നല്ല രീതിയിൽ യുക്തിപൂർവം സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു. അതെല്ലാം അസ്ഥാനത്തുള്ള സംസാരം മൂലം തകർത്ത് കളഞ്ഞല്ലോ മാരാരെ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി മാറിയല്ലോ അഖിലെ. ഞാൻ ഇതിവിടെ സൂചിപ്പിക്കുവാനുള്ള കാരണം ചെകുത്താൻ എന്ന യൂട്യൂബർ അഖിൽ മാരാറെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്ന ദയനീയ കാഴ്ച കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. വീട്ടിലിരിക്കുന്ന തന്റെ ഭാര്യയെയും ആ കൊച്ചു പെൺകുട്ടികളെയും ഒക്കെ അനാവശ്യം പറയിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അമ്മയും ഭാര്യയും പെൺകുട്ടികളുടെ ഒരു പിതാവുമായ താങ്കളുടെ സംസാരം പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ? ഇങ്ങനെ ഒരു അനുഭവം താങ്കളുടെ കുടുംബത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ താങ്കൾ ഇങ്ങനെയാകുമോ പ്രതികരിക്കുന്നത്? ചെകുത്താൻ താങ്കളോട് ആവശ്യപ്പെട്ട കാര്യം പറയാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. ആ വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. താങ്കൾ പോയി ഒന്ന് കാണുക. എനിക്കത് കേട്ടപ്പോൾ സത്യത്തിൽ വിഷമം തോന്നിയത് കൊണ്ട് പറഞ്ഞു പോയതാണ്. അഖിൽ മാരാർ ഇനിയെങ്കിലും കുറെ ശ്രദ്ധിച്ചാൽ ആ പോയ ഇമേജിനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ച് ആദ്യം മുതൽ വളരെ നന്നായി മനസ്സിലാക്കി കാര്യഗൗരവത്തോടെ
സത്യസന്ധമായി കാര്യങ്ങൾ അപഗ്രഥനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. ഈ കേസിന് വേണ്ടി നിയമ പോരാട്ടങ്ങളിൽ പങ്കാളികളായ പലരുമായി നേരിട്ട് ബന്ധമുള്ള ആളുമാണ് അദ്ദേഹം. തന്നെയുമല്ല, ദിലീപിന്റെ അയൽവാസിയും ബന്ധുവും സഹപാഠിയും ഒക്കെയായിരുന്നു അദ്ദേഹം. ദിലീപിന്റെ സ്വഭാവത്തെ അത്രത്തോളം അടുത്തറിയാവുന്ന വ്യക്തി. ദിലീപാണ് ഈ കുറ്റകൃത്യത്തിന്റെ പിന്നിലെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അത് പൊതുസമൂഹത്തിന്റെ മുൻപിൽ വിളിച്ചു പറയുകയും ചെയ്ത ആളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. ഈ കേസിന്റെ വിചാരണയുടെ ആരംഭ ദിശയിൽ തന്നെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിചാരണ ശരിയായ ദിശയിലല്ല പോകുന്നത്, കേസ് അട്ടിമറിക്കപ്പെടുമെന്നും അതിജീവിതയ്ക്ക് നീതി കിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രതിഭാഗം ശക്തരാകുമ്പോൾ എതിർഭാഗവും അത്രത്തോളം ശക്തിപ്പെടേണ്ടതുണ്ടായിരുന്നു. പല കേസിലും കുറ്റകൃത്യത്തിന് ഇന്ധനം പകർന്നവർ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ നമ്മുടെ ബോധ്യങ്ങളല്ല, തെളിവുകളാണ് ആവശ്യം. ഇവിടെ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന കേസിൽ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണ് ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട സവർക്കർ രക്ഷപ്പെട്ടത്. ഗോഡ്സെയെയും നാരായണൻ ആപ്ഡെയെയും കുറ്റകൃത്യത്തിന് മുൻപ് സവർക്കർ വിജയ് ഭവേ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടു. ഇതിന് സാക്ഷിയുണ്ടായിട്ടും കോടതി ആ തെളിവ് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഗൂഢാലോചന കുറ്റം തെളിയിക്കുക എന്നത് എപ്പോഴും ഒരു വലിയ കടമ്പ തന്നെയാണ്. ജയശങ്കർ വക്കീൽ പറയുന്നത് ഇപ്പോൾ ദിലീപിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്നത് ഹിന്ദുത്വ സൈബർ തീവ്രവാദികളാണ്. എന്നാൽ ദിലീപ് ഒരിക്കലും ഒരു RSS കാരനല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് ദിലീപ് വാഴ്ത്തപ്പെട്ടവനും പുണ്യാളനുമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് TB മിനി പറയുന്നത് ദിലീപും പൾസർ സുനിയുമായുള്ള ബന്ധം തെളിയിക്കുന്നതിലേക്കായി വ്യക്തമായ തെളിവുകൾ ഹാജരാക്കിയിരുന്നു എന്നാണ്. ജയിലിൽ വെച്ച് പൾസർ സുനിക്ക് വേണ്ടി ആദ്യത്തെ കത്തെഴുതി കൊടുത്തത് വിപിൻ ലാൽ എന്ന സഹതടവുകാരനായിരുന്നു. അത് ഫോറൻസിക് ലാബ് പരിശോധിച്ച് ശരിവെച്ചതുമാണ്. വിപിൻ ലാൽ കോടതിയിലെത്തി മൊഴിയും കൊടുത്തു. സുനി പറഞ്ഞു തന്ന പോലെ മാത്രമാണ് താൻ ആ കത്ത് എഴുതിയതെന്ന്. വിപിൻ ലാലിനെ അയാൾ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അന്ന് അയാൾ ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു. ഒരു ചെക്ക് കേസിൽ അബദ്ധത്തിൽ അകപ്പെട്ട് ജയിലിൽ വന്നതായിരുന്നു. അയാളെ പ്രതിഭാഗം സ്വാധീനിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് സാധിക്കാതെ വന്നതിനെ കുറിച്ച് അയാൾ തന്നെ പറയുന്നുണ്ട്. തന്റെ അമ്മ പറഞ്ഞു പോലും, കോടികൾ കിട്ടിയാൽ പോലും നമുക്കത് വേണ്ട മോനെ, ഒരു പെണ്ണിന്റെ കണ്ണുനീര് കണ്ടില്ലെന്ന് പറയുന്നതിന് കിട്ടുന്ന തുകയാണ്, അതുകൊണ്ട് സത്യം മാത്രമേ മോൻ പറയാവൂ എന്ന്. സത്യം പറഞ്ഞ തനിക്ക് പലവിധ ഭീഷണികളും നേരിടേണ്ടി വന്നുവെന്നും ഭയം മൂലം താമസം കാസർഗോഡിലെ അമ്മ വീട്ടിലേക്ക് മാറ്റിയെന്നും അയാൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ കത്തിന്റെ കാര്യം മിനി പറയുന്നത് അത് എഴുതിയത് പൾസർ സുനി തന്നെയാണ്. തന്റെ പണം ഇനി എനിക്ക് വേണ്ടടോ എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ഈ രണ്ട് കത്തുകളും കോടതി തെളിവായി സ്വീകരിച്ചില്ല എന്ന് വേദനയോടുകൂടി അവർ പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് മിനി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നടൻ മമ്മൂട്ടി 8ാം പ്രതി ദിലീപിന് വേണ്ടി ഈ കേസിൽ നേരിട്ട് ഇടപെട്ടു എന്നും അതിന്റെ തെളിവ് തന്റെ കൈവശമുണ്ടെന്നും അത് 12ാം തീയതിക്ക് ശേഷം വെളിപ്പെടുത്തുമെന്നും അവർ പറഞ്ഞിരുന്നു. എന്നാൽ 12ാം തീയതി കഴിഞ്ഞിട്ടും അത് വെളിപ്പെടുത്തിയിട്ടില്ല. അത് വിഴുങ്ങിയതാകാനാണ് സാധ്യത. കേസിന്റെ വിധി വന്നതിന് ശേഷം WCC ഒഴിച്ച് സിനിമാ മേഖലയിൽ നിന്നും ഒരാൾ പോലും അതിജീവിതയ്ക്ക് പിന്തുണ അറിയിച്ച് ശക്തമായി രംഗത്ത് വരാതിരുന്നപ്പോൾ തന്റെ പ്രൊഫഷനും കരിയറും എല്ലാം ഉപേക്ഷിച്ച് വലിയ ഒരു ഇൻഡസ്ട്രിയെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട് ശക്തമായി പിന്തുണ അറിയിച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മി രംഗത്തെത്തിയത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ഈ കേസിനെ കുറിച്ച് എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കേസിന്റെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ റിട്ടയർ ആയതിനു ശേഷം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പൾസർ സുനിയെ ഞങ്ങൾ കഠിനമായ 3ാം മുറയിലൂടെ, അതായത് ഗരുഡൻ തൂക്കം ഉൾപ്പെടെ നടത്തി എല്ലാ സത്യങ്ങളും അവനിൽ നിന്നും ഞങ്ങൾ ഊറ്റിയെടുത്തിരുന്നു. ചില സിനിമാക്കാർ കൂടി ഈ കേസിൽ കുടുങ്ങേണ്ടതായിരുന്നു. എന്നാൽ ഭരണതലത്തിലെ ഉന്നതങ്ങളിൽ നിന്നും വിളി വന്നു, ഇനി കൂടുതൽ സിനിമാക്കാരെ ഉപദ്രവിക്കേണ്ട. അതുകൊണ്ട് അതിൽ നിന്നും പലരും രക്ഷപ്പെട്ടു. മുകളിൽ നിന്ന് പറഞ്ഞാൽ അത് ധിക്കരിക്കാൻ ഞങ്ങൾക്കാകുമോ? അതുകൊണ്ട് പല സിനിമാക്കാരും രക്ഷപ്പെട്ടു. വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ വിരമിച്ച ശേഷം എന്നോട് പറഞ്ഞ സത്യങ്ങളാണിതെന്ന് ഓർക്കുക. എന്തായാലും ഈ ആക്രമണ ഗൂഢാലോചനയുടെ പിന്നിൽ ഒരു മാഡം ഉണ്ടെന്നുള്ളത് സത്യമാണ്. ആ മാഡത്തിന്റെ പിറകെ പോകണ്ട എന്നും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കിട്ടിയതായിട്ടാണ് അറിഞ്ഞത്. എന്തായാലും മാഡവും കീടവും ഒക്കെ ആരാണെന്നുള്ള സത്യങ്ങൾ കുറച്ചു കാലം പിന്നിടുമ്പോൾ ചരിത്രമെന്നിലൂടെ എന്ന പരമ്പരയിലൂടെ ഈ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കേൾക്കാവുന്നതാണ്. സത്യമേവ ജയതേ, സത്യം ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.